ടെർമിനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഗൂഗിൾ എടുത്തിട്ട് F-Drawer എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ എനിക്കൊരു ലിങ്ക് വരും. ഫസ്റ്റ് ആണ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറുക. ഒരു ഡൗൺലോഡ് F-Drawer എന്നൊരു ബട്ടൺ കാണും. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡൗൺലോഡ് എനിവേ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുക. നോർമൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളതിനെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, F-Drawerൻ്റെ ഉള്ളിൽ കയറുക. F-Drawerൻ്റെ ഉള്ളിൽ കയറിയ ശേഷം ഒരു സെർച്ച് ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം. F-Drawer നിങ്ങൾക്ക് സേഫ് ആയിട്ട് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്കിവിടെ സേഫ് ആയിട്ടുള്ള ആപ്ലിക്കേഷനെല്ലാം തന്നെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. സെർച്ച് ബാറിൽ ടെർമെക്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറേ ടെർമെക്സുകൾ കാണിക്കും. ഇതിൽ താഴെ ടെർമെക്സ് ഇമിഗ്രേഷൻ വിത്ത് പാക്കേജസ് എന്ന് പറയുകയാണ്. ഇത് നമ്മൾക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. ഇൻസ്റ്റാൾ ആവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ടെർമിനൽസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ പാക്കേജ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനായിട്ട് പാക്കേജ് അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് -y എന്ന് കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇതിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നും വരാതെ കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ കണ്ടോ, OKG നോട്ട് ഫൗണ്ട് അല്ലെങ്കിൽ OKG എന്നൊരു സംഭവം ഇല്ല എന്നാണ് പറയുന്നുണ്ട്. എന്താണ് സംഭവം ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ടെർമിക്സിന് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മേലുള്ള ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നേരത്തെ അടിച്ച കമാൻഡ് വീണ്ടും വരും. സോ അവിടെ നമ്മൾ പോയിട്ട് ഞാനിതിപ്പം എന്ത് ചെയ്തു, PKG എന്നാക്കി. സോ നിങ്ങൾ ഓരോ ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോഴും നോക്കുക സ്പെല്ലിങ് തെറ്റുന്നുണ്ടോയെന്ന്. കാരണം അങ്ങനെ തെറ്റി നിങ്ങൾ വീണ്ടും ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് അപ്ഗ്രേഡായി അപ്ഡേറ്റ് ആയി വരാൻ. നമ്മൾ ആദ്യമായിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. നിങ്ങൾ എപ്പോൾ ടെർമിക്സ് എടുത്താലും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ടെർമിക്സോ കാലിയൻസോ എന്തെടുത്താലും അപ്ഡേറ്റ് ഫുൾ പാക്കേജ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഇത്ര ടൈം എടുക്കില്ല. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ടൈം ഏറെ എടുക്കും. സോ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മളോട് പെർമിഷൻസ് ചോദിക്കും, കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടിന്യൂ പെർമിഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ y അടിച്ചിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ച് പോയാൽ മതി. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട്, കാരണം ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്. സോ ഇങ്ങനെ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ആ കമാൻഡ് ഇട്ട് നോക്കുക. കാരണം ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ അപ്ഡേറ്റ് ആവാൻ വേണ്ടിയാണ്. സോ ഇവിടെ പിന്നെ അപ്ഡേറ്റ് ആവാനൊന്നുമില്ല, കംപ്ലീറ്റ്ലി ഫുൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ എന്നാലും നമുക്കൊന്നൊരു റീചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ടെർമെക്സിന് ഇനി സ്റ്റോറേജ് അക്സസ് ചെയ്യണം. സോ അതിനുവേണ്ടി നമുക്കൊരു കമാൻഡ് കൊടുക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ടെർമെക്സ് -setup -storage. ഇനി നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഡയറക്ടറിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ LS എന്നുള്ളൊരു കമാൻഡ് അടിച്ചിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. സോ ഇപ്പോൾ സ്റ്റോറേജ് കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ കാലിനൻസ് സ്റ്റോറേജ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ടെർമിനലിൽ മൊത്തം ഒരുപാട് ഇതൊക്കെ വന്നതിന് ശേഷം ടെർമിനൽ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു കൺട്രോൾ എന്നുള്ള ബട്ടൺ ഉണ്ട്. ആ കൺട്രോളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം L ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റർ അടിക്കേണ്ട, ജസ്റ്റ് L ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഫുള്ളി ക്ലിയർ ആവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ക്ലിയറിന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാലും മതി. ഓക്കെ, അതും ഒരു കമാൻഡാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് ഇതുപോലെ പോവും. പിന്നെ ഇത് പഴയ ഇത് വേണമെങ്കിൽ ജസ്റ്റ് താഴോട്ടൊന്ന് സ്ലൈപ്പ് ചെയ്താൽ വരുന്നതായിരിക്കും. സോ നമുക്കിനി PKG എന്താണെന്ന് നോക്കാം. PKG എന്ന് പറഞ്ഞാൽ പാക്കേജ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കമാൻഡാണ്. ഇപ്പോൾ PKG ഇൻസ്റ്റാൾ പൈത്തൺ, PKG ഇൻസ്റ്റാൾ ജാവ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് PKG എന്നുള്ള കമാൻഡ് കൊടുക്കുക. ഇപ്പോൾ കാലിയൻസിലാണെങ്കിൽ നമ്മൾ apt ഇൻസ്റ്റാൾ എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യും, ഇത് ടെർമിക്സിൽ വരുമ്പോൾ PKG ഇൻസ്റ്റാൾ ആയിരിക്കും വരിക. സോ നിങ്ങൾക്ക് കാലിയൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ടെർമിക്സ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്കൊരു എത്തിക്കൽ ഹാക്കർ എന്നുള്ളൊരു കോഴ്സ്, വെബ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടെർമിക്സ് യൂസ് ചെയ്തിട്ടും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാം. പിന്നെ ആൻഡ്രോയിഡ് ഡിവൈസിനെ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലിയൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മൊബൈലിലും ചെയ്യാൻ പറ്റും. ബട്ട് അതൊക്കെ കുറേ അഡ്വാൻസ്ഡ് ആണ്, അത്ര ഒന്നും പോകണ്ട. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് മാത്രം നമ്മുടെ കീബോർഡിൽ എസ്കേപ്പ് /, ഹോം, കൺട്രോളുണ്ട്, ആൾട്ടുണ്ട്, കുറേ ആരോ മാർക്കുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ യൂസേജ് കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടി ടെർമിക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ചില സമയങ്ങളിൽ അഡീഷണൽ കീബോർഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ ടെർമിക്സ് കുറച്ച് വർക്കാവാൻ പാടാണ്. അതായത് നിങ്ങൾ ഇൻബിൽഡ് ഇതല്ല യൂസ് ചെയ്യുന്നത്,
അല്ലെങ്കിൽ വേറെ ഏതും ആണെങ്കിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാണിക്കാറുണ്ട്. ഈ മംഗ്ലീഷ് കീബോർഡ് അതുപോലെ ചില കീബോർഡുകൾ വെച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതെന്തോ ബഗ്ഗാണ്. സോ അതിപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഒന്നുകിൽ ഗൂഗിളിൻ്റെ കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഫോണിലുള്ള ഇൻബിൽഡ് കീബോർഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഏത് കീബോർഡാണ് നിങ്ങൾക്ക് വർക്കാവുന്നതെന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ എനിക്ക് ഈ കീബോർഡ് എന്തായാലും വർക്കാവുന്നുണ്ട്. സോ ഇത് പണ്ടോട്ടുള്ളൊരു ബഗ്ഗാണ്, ഇപ്പോഴും അതുണ്ട്. സോ അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. സോ ഹാക്കേഴ്സ് കീബോർഡ് എന്നൊക്കെ പറഞ്ഞ് വേറെ കീബോർഡുകൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കിട്ടും. സോ അങ്ങനത്തെ കീബോർഡുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺട്രോൾസ് ചിലപ്പോൾ കിട്ടും. ഓക്കെ, ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ അങ്ങനെ കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി കുറച്ച് നമുക്ക് കമാൻഡ്സ് നോക്കാം. സോ കമാൻഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കമാൻഡ് വരുന്നത് PWD എന്നാണ്. ഇതിൻ്റെ ഫുൾ ഫോർ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി അല്ലെങ്കിൽ പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി എന്നൊക്കെ നമുക്ക് വേണം പറയാം. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ data/data-com.terminals.files.home എന്നായിരിക്കും കാണുക. സോ ഇതിപ്പോൾ നമ്മൾ കറൻ്റ് നിൽക്കുന്ന ഡയറക്ടറിയാണ്. സോ നമുക്ക് ഈ ഡയറക്ടറിയിൽ നിന്ന് വേറൊരു ഡയറക്ടറിലോട്ട് പോകണം. അതിനുവേണ്ടി നമ്മൾ നിൽക്കുന്ന ഡയറക്ടറിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കണം. സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് എന്ന് പറയാൻ ലിസ്റ്റ് ചെയ്യാന്ന് പറയും. ഇപ്പോൾ ഞാൻ LS അടിച്ചപ്പോൾ സ്റ്റോറേജ് എന്നാണ് കാണിക്കുന്നത്. സോ അപ്പോൾ സ്റ്റോറേജ് നമ്മൾ പെർമിഷൻ കൊടുത്തുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ സ്റ്റോറേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ സ്റ്റോറേജിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി CD സ്റ്റോറേജ് എന്ന് ടൈപ്പ് ചെയ്യുക. സോ അവിടെ സ്റ്റോറേജ് വരെ മൊത്തം അടിക്കണ്ട, ST അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടാബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫുള്ള് എന്ത് ചെയ്യും, തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ടാബ് എന്ന് പറഞ്ഞാൽ 2 ആരോ മാർക്കിട്ട് മേളിലും താഴെ ഇരിക്കുന്നുണ്ടല്ലേ, ഒന്ന് ലെഫ്റ്റിലോട്ടും ഒന്ന് റൈറ്റിലോട്ടും. സോ അതാണ് ടാബ്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ കമാൻഡ് അവിടെ ഉള്ളത് വരും. ഇപ്പം ST അടിച്ച് കഴിഞ്ഞാൽ ടാബ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റോറേജ് ഉണ്ട്. സോ അപ്പോൾ ആ സ്റ്റോറേജ് എന്നുള്ള സംഭവം വരും. സോ ഓക്കെ, ഇനി നമ്മളിവിടെ LS അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും നോക്കാം. ഇവിടെ നമുക്ക് LS അടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ കുറച്ച് ഫയൽസ് കാണിക്കുന്നുണ്ട്, ഡൗൺലോഡ്സ് ഉണ്ട്, മൂവീസ് ഉണ്ട്, മ്യൂസിക് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, CD അടിച്ച് അകത്തോട്ട് വേണമെങ്കിൽ കയറാം, അല്ലെങ്കിൽ പുറത്തോട്ട് വരാം. ഇവിടെ ഹോം എന്ന് പറഞ്ഞൊരു ഫയൽ കാണിച്ചിട്ടില്ല, എന്താണെന്നറിയില്ല. സോ നമുക്ക് ഇവിടെ CD കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡൗൺലോഡ്സിലോട്ട് വേണമെങ്കിൽ ഡൗൺലോഡ്സിലോട്ട് പോകാം, അല്ലെങ്കിൽ മൂവീസിലോട്ട് വേണമെങ്കിൽ മൂവീസിലോട്ട് പോകാം. സോ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കയറി കണ്ടുകൊണ്ടേ ഇരിക്കാം. സോ അതിനാണ് ഈ CD, അതായത് ചേഞ്ച് ഡയറക്ടറി എന്നുള്ളതാണ് CD എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇവിടെ PW അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഉണ്ടോ, ഇവിടെ PW അടിച്ചപ്പോൾ കാണിച്ചാണ് data.com.terminals.file.home./storage എന്നുള്ളതിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ അതാണ് ഈ CD അടിച്ച് നമ്മൾ കയറിയപ്പോൾ സ്റ്റോറേജിൻ്റെ ഉള്ളിൽ കയറി. ഓക്കെ, സ്റ്റോറേജിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ PW അടിച്ചപ്പോൾ എന്താവുന്നത്, നമ്മളിപ്പോൾ കറൻറ്റ്ലി എവിടെയാണ് നിൽക്കുന്നതെന്നാണ് കാണിച്ചത്. സോ അപ്പം ഇതാണ് ഈ കമാൻഡ്സിൻ്റെ ഒക്കെ ഇത്. സോ ബേസിക്കാണ് ഈ കമാൻഡ്സൊക്കെ. ഇതിപ്പോൾ ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇങ്ങനത്തെ കമാൻഡ്സുകളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ ഈ ബേസിക്കുള്ള കമാൻഡ്സുകൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റൂ. സോ ഇത് ഭയങ്കര ബേസിക്സ് ആണ്ട് എന്താണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ ചെറിയ ചെറിയ കമാൻഡ്സുകളൊക്കെ. ഓക്കെ, സോ CD എന്നുള്ള കമാൻഡ് അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡയറക്ടറിക്ക് ഉള്ളിലോട്ട് കയറുമെങ്കിൽ CD /.ഡോട്ട് എന്നുള്ള കമാൻഡ് അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ നിൽക്കുന്ന ഡയറക്ടറിയിൽ നിന്ന് ബാക്കിലോട്ട് വരും. ഓക്കെ, CD --/ അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിലോട്ട് വരും. ആ ഒരു ഫോൾഡറിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെ ബാക്കിലോട്ട് നിങ്ങൾ തിരിച്ച് വരും. സോ അതിനാണ് CD -.ഡോട്ട് എന്ന് കൊടുക്കുന്നത്. ഇപ്പം ഇനിയൊരു കമാൻഡോട് കാണിക്കാം, ടച്ച് എന്നുള്ള കമാൻഡ്. ടച്ച് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് touch.text.txt എന്ന് പറഞ്ഞ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഒരു ഫയൽ അവിടെ എന്ത് ചെയ്യും, ഉണ്ടാവും. സോ അതിന് വേണ്ടി കൊടുക്കുന്ന കമാൻഡാണ് ടച്ച് എന്നുള്ളത്. സോ ടച്ച് /text.txt എന്നുള്ളത് കൊടുത്ത് LS അടിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ test.txt നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇനി ക്യാറ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കാം. ക്യാറ്റ് text.txt എന്ന് കൊടുത്ത് കഴിയുമ്പോൾ ഒന്നും സംഭവിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയലിനകത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. സോ ഇതിലെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ TXT ഫയലിനകത്ത് ഇപ്പോൾ ഹായ് ഗൈസ് എന്നൊരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ക്യാറ്റ് കൊടുക്കുമ്പോൾ അത് അവിടെ കാണിച്ചു തരാം, ഹായ് ഗൈസ് എന്ന് പറഞ്ഞുള്ള ആ ടെക്സ്റ്റ് ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ അതിനകത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് text.txt എന്നുള്ളത് തന്നെ കാണിച്ചേക്കുന്നത്. സോ അതിൻ്റെ അടിയിൽ നമ്മൾ എന്താണോ കൊടുത്തേക്കുന്നത് അത് വരേണ്ടതാണ്. സോ ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഇവിടെ തന്നെ എൻ്ററായി നിൽക്കുന്നത്.